അസ്സലാമു അലൈക്കും. ഈ കരയേണ്ട മോളെ, നിന്റെ ഇക്കാക്കയുണ്ട്. റസിയയുടെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിച്ച് അവളെ ഓടിക്കാൻ എനിക്കറിയാം. പിന്നെ ഒരിക്കലും അവൾ ഈ വീട്ടിലേക്ക് വരില്ല. അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് സിന്നൂരയുടെ കവിളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി. അതെങ്ങനെ ഇക്കാക്ക? സിന്നൂറ ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതൊക്കെയുണ്ട്, ഇത്തിരി മോശമായിട്ടുള്ള വഴിയാണ്. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ? ഷൈജൽ അവളെ നോക്കി. ആ നിൽക്കാം, പക്ഷെ കാര്യം എന്താണെന്ന് എന്നോട് പറയണം, സിന്നു പറഞ്ഞു. അത് പിന്നെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണ് സുന്ദരിയാണ്. ഏതൊരാണിനെയും ആകർഷിക്കാൻ കഴിയുന്ന സൗന്ദര്യം അവൾക്കുണ്ട്. പെങ്ങളുടെ മുഖത്ത് നോക്കി ബാക്കി പറയാനുള്ള ചമ്മലോടെ അവൻ നിർത്തി. നീ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇക്കാക്ക? അവളെ ഞാൻ നിനക്ക് കൂട്ടിത്തരണമെന്നാണോ? സിന്നു അമ്പരപ്പോടെ ചോദിച്ചതും താനിങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്നൊരാശങ്കയിൽ ഷൈജലിൻ്റെ മുഖം വിളറി. അതല്ല കുഞ്ഞാ, അവളെ ഒന്ന് പേടിപ്പിച്ച് വിടാമെന്ന് ഞാൻ കരുതിയുള്ളൂ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. എൻ്റെ കുഞ്ഞിപ്പങ്ങളുടെ സങ്കടം കണ്ട് സഹിക്ക വയ്യാതായപ്പോൾ എൻ്റെ ഈ പൊട്ട ബുദ്ധിയിൽ തോന്നിപ്പോയതാ. വേണ്ടെങ്കിൽ വേണ്ട. ഷൈജൽ അവൻ്റെ നിഷ്കളങ്കത പെങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനായി ന്യായങ്ങൾ നിരത്തി. എന്നാൽ അവൻ പറയുന്നതൊന്നും ചെവി കൊള്ളാതെ സിന്നൂറ ചിന്തയിലാണ്ടു. റസിയ തൻ്റെ ശത്രു, തൻ്റെ പ്രണയത്തെ തട്ടിയെടുക്കാൻ വേണ്ടി വന്നവൾ. അവൾക്ക് ഇതിലും വലിയൊരു പണി കൊടുക്കാനുണ്ടോ? ഇക്കയും അവളും ഒരുമിച്ച് കിടക്കുന്ന ദൃശ്യം ഷിബിക്ക കാണണം. അതോടെ ഷിബിക്ക അവളെ വെറുക്കും. അവളെ ഈ വീട്ടിൽ നിന്ന് പുഴുത്ത പട്ടിയെ പോലെ ഓടിക്കും. ആ ഓർമ്മയിൽ സിന്നുവിന് രോമാഞ്ചം വന്നുപോയി. ഞാൻ കൂടെ നിൽക്കിക്ക, എനിക്കവളെ ഓടിക്കണം. എങ്കിലേ ഷിബിക്ക എൻ്റെ സ്വന്തമാകൂ. ഷിബിലിയെ സ്വന്തമാക്കാൻ വേണ്ടി റസിയെ കൂടപ്പിറപ്പിന് കൂട്ടിക്കൊടുക്കാൻ പോലും സിന്നൂറക്ക് മടി തോന്നിയില്ല. അവളങ്ങനെ സമ്മതിച്ചു തന്നതും ഷൈജലിൻ്റെ മുഖം വിടർന്നു. നീ എൻ്റെ പൊന്നുമോള് തന്നെയാടേ. ഒരു അവസരം വീണ് കെട്ടട്ടെ, എന്നിട്ട് നമുക്കവളെ ഓടിക്കാം. സന്തോഷം കൊണ്ട് അവൻ അവളെ ഇറുക്കെ പുണർന്നു. അയ്യേ, ഇക്ക പല്ല് തേച്ചിട്ടില്ലല്ലോ, പോയി പല്ല് തേക്ക്. സിന്നു അവനിൽ നിന്നും അടർന്നു മാറി. എന്നാലേ മോള് പോയി ഇക്കാക്കുള്ള ചായ എടുത്ത് വെക്ക്, ഞാൻ പല്ല് തേച്ചിട്ട് വരാം. അവൻ കട്ടിലിൽ നിന്ന് ഉയരുന്നേരം പറഞ്ഞു. എനിക്കൊന്നും വയ്യ, പോയി തന്നെത്താനങ്ങ് എടുത്തു കുടിച്ചോ. അതും പറഞ്ഞ് സിന്നൂറ അവിടെ നിന്ന് പോയി. ഷൈജൽ പല്ല് തേപ്പ് കഴിഞ്ഞു പുറത്തേക്ക് വന്നു. ഉമ്മാനെ ഒന്ന് വിളിച്ചു നോക്കിയെങ്കിലും അവിടെയൊന്നും കണ്ടില്ല. തൊടിയിൽ നിന്ന് എവിടുന്നോ അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ചെവിയൊന്ന് വട്ടം പിടിച്ചു നോക്കി. അവർ നാത്തൂൻസ് സ്ഥാപിത്തയും അവിടെ എന്തോ പണിയിലാണെന്ന് മനസ്സിലായി. ഷൈജൽ അടുക്കളയിലേക്ക് വന്നു. അവിടെ സാമ്പാറിനുള്ള പച്ചക്കറികൾ അരിഞ്ഞു വെക്കുന്ന റസിയെ കണ്ടതും ഷൈജലിൻ്റെ കണ്ണുകൾ തിളങ്ങി. അവളെ നോക്കി കൈകെട്ടി അവൻ ആ സ്ലാബിനരികിൽ നിന്നു. അവളുടെ ശരീരത്തിനെയാകെ നോട്ടം കൊണ്ട് ഒഴിഞ്ഞുകൊണ്ടിരുന്നു ഷൈജൽ. എന്തൊരു ഭംഗിയാണ് ഈ പെണ്ണിന്! അവൻ്റെ ഹൃദയം മന്ത്രിച്ചു. തൻ്റെ ഉടലാകെ മറ്റൊരാളുടെ മിഴികൾ കൊത്തിവലിക്കുന്നതറിയാതെ ഏതോ ലോകത്തെന്ന പോലെ റസിയ തൻ്റെ പണിയിൽ മുഴുകി. പുറകിൽ എന്തോ നീലനിക്കം പോലെ തോന്നിയപ്പോഴാണ് റസിയ തിരിഞ്ഞു നോക്കുന്നത്. തന്നെ നോക്കി നിൽക്കുന്ന ഷൈജലിനെ കണ്ടതും അവൾക്കൊരു ഉൾഭയം അനുഭവപ്പെട്ടു. റസിയ ഒരു പിടച്ചിലൂടെ അവിടെ നിന്നും എഴുന്നേറ്റതും കയ്യിൽ പിടിച്ച തക്കാളി നിലത്തേക്ക് ഊർന്നു വീണിരുന്നു. തൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഉരുണ്ടുവരുന്ന തക്കാളി കുനിഞ്ഞ് കയ്യിലെടുത്ത് ഷൈജൽ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന വെളുത്ത ചുവന്ന മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ നോക്കിയവൻ. അയാളുടെ ആ കണ്ണുകളിൽ എന്തോ കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് റസിയ തോന്നി. നീ ഏത് ലോകത്താടോ? തന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ലല്ലോ റസിയ. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും റസിയക്ക് വല്ലാത്തൊരു ജാള്യത തോന്നി. ഇയാളപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി കാണോ? റസിയയ്ക്ക് അവൻ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലായില്ല. അവൻ അടുത്തേക്ക് വരികയാണെന്ന് കണ്ടതും അവൾ കയ്യിലുണ്ടായിരുന്ന കറിക്കത്തിയുടെ പിടിയിൽ ഒന്നുകൂടി പിടിമുറുക്കി. അതവൻ വ്യക്തമായി കാണുകയും ചെയ്തു. അവൾ വരുത്തി തീർത്ത ഭയം കലർന്ന ധൈര്യം കണ്ടതും ഷൈജലിൻ്റെ ചുണ്ടിൽ വന്യമായൊരു ചിരി തെളിഞ്ഞു. അവൻ അടുത്തേക്ക് വരുംതോറും റസിയയുടെ കാൽപാദങ്ങൾ വിറയിലൂടെ പുറകോട്ട് ചലിച്ചു. എന്തോ അവൻ അപകടകാരിയാണെന്ന് മനസ്സ് പറയുന്നു. അവൻ്റെ ആ പെരുമാറ്റത്തിലും പുഞ്ചിരിയിലും എല്ലാം ഒരുതരം കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചതുപോലെയാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. എന്നെ ഇങ്ങനെ നോക്കി ദയിപ്പിക്കലടി പെണ്ണെ. എനിക്കൊരു ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഞാൻ, അവൻ വിനയത്തോടാണ് പറഞ്ഞത്. മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും റസിയ അവനെ നോക്കി ചായ വെക്കാൻ പാത്രം കയ്യിലെടുത്തു. അവൻ അടുത്തുണ്ടായിട്ട് വല്ലാത്തൊരു ഭയം തൻ്റെ ഉടലിൽ
വിറയിൽ പടർത്തുന്നത് അവൾ അറിഞ്ഞു. ഇനി ഇയാൾക്ക് ചായ ഇട്ട് കൊടുത്തില്ലെങ്കിലും അതിന് വഴക്ക് കേൾക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ചായ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അതില്ലെങ്കിൽ അയാളിങ്ങനെ അടുത്തു വരുമ്പോൾ ഓടിപ്പോയേനെ. ഷൈജൽ ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ പിന്നഴകിൽ അവൻ്റെ മിഴികൾ ഉടക്കി നിന്നത് റസിയയും അറിഞ്ഞു. അവൾ ഒട്ടൊരു പരിഭ്രമത്തോടെ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. എന്തോ അപകട സൂചന പോലെ തോന്നിയതും അവളുടെ ഉള്ളം ഭയം കൊണ്ട് വിറച്ചു തുടങ്ങി. നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ, ഞാനേ ചായ കൊണ്ടുവരാം. പതിഞ്ഞ ശബ്ദത്തിൽ പറയുമ്പോൾ അവളുടെ മിഴികൾ വാതിൽക്കിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിലെന്ന് തോന്നിപ്പോയ നിമിഷം. അതുപോലെ ആരും ഇപ്പോൾ ഈ വഴി വരില്ല എന്നും അവൾ ആഗ്രഹിച്ചു പോയി. കാരണം ആരെങ്കിലും കണ്ടാൽ ഇത് മതിയാവും പുതിയൊരു കുറ്റം കൂടി തനിക്ക് ചാർത്തി തരാൻ. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണല്ലോ ഇതുവരെ അനുഭവിച്ചതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. പിഴച്ചവളെന്നും അഴിഞ്ഞാട്ടുകാരിയെന്നുമൊക്കെ കേട്ട് കാതുകൾ പോലും തഴമ്പിച്ചു തുടങ്ങി. എല്ലാം മനസ്സറിയാത്ത കാര്യത്തിനാണെന്ന് ഓർക്കണം. ഇനി നോവ് തിന്നാൻ വയ്യ. റസിയ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഷൈജൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വേണ്ട, എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. എന്നോട് ആരും ഒന്നും പറയുകയും വേണ്ട. അവൻ കൂടുതൽ എന്തെങ്കിലും പറയും മുമ്പേ അവൾ അവനെ തടഞ്ഞു. അങ്ങനെ പറയല്ലേ പെണ്ണേ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോരെ നിൻ്റെ ഈ ദേഷ്യം? എനിക്ക് തന്നെ ഇഷ്ടമാണ്. അവൻ എങ്ങനെ പറഞ്ഞതും റസിയ അമ്പരന്നു. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. എന്തേ? നിൻ്റെ കുറവുകളൊന്നും എനിക്ക് പ്രശ്നമല്ല പെണ്ണേ. എന്തായാലും നിസാമിന് നിന്നെ വേണ്ട. നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കും? അപ്പോൾ ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ. നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും ഞാൻ സ്വീകരിച്ചോളാം. ഷൈജലിൻ്റെ മിഴികളിൽ കൗശലം നിറഞ്ഞു. സ്ത്രീകൾ പൊതുവെ ദുർബലരാണല്ലോ. റസിയെ വീഴ്ത്താൻ അവളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ അല്പം സ്നേഹവും കരുതലും നൽകുന്നുണ്ടെന്ന് തോന്നിച്ചാൽ മാത്രം മതിയെന്ന് ഷൈജൽ ഓർത്തു. തൻ്റെ കാര്യം കഴിയും വരെ അവളെ സ്നേഹിക്കും പോലെ അഭിനയിക്കണം. അതിനുശേഷം കറിവേപ്പില പോലെ എടുത്തെറിയണം. അവൻ ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടി. എന്നാൽ ഷൈജൽ പറഞ്ഞത് കേട്ട് ധരിച്ചു നിൽക്കുകയായിരുന്നു റസിയ. റസിയ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതോട് കാര്യമായിട്ട് തന്നെയാടോ. തൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് അലിവ് തോന്നിപ്പോയി. തനിക്കൊരു ജീവിതം നൽകാനേ ഞാൻ ഒരുക്കമാണ്. തൻ്റെ മുന്നിൽ ഒരു പാവകണക്കെ നിശ്ചലമായി പോയ പെണ്ണിനെ നോക്കി ഷൈജൽ വീണ്ടും പറഞ്ഞതും റസിയ പകപ്പോടെ അവനെ നോക്കി. ഒന്നല്ല, 2 വിവാഹം കഴിഞ്ഞവളാണ്. 2 പുരുഷന്മാരെന്നുള്ള അനുഭവങ്ങൾ, അവരുടെ കുറ്റപ്പെടുത്തലുകളും അവഗണനകളും ഉപദ്രവങ്ങളുമെല്ലാം ആവോളം ഏറ്റുവാങ്ങി മുറിഞ്ഞു പോയൊരു ഹൃദയമാണ് ഇപ്പോഴും അവളുടെ ഉള്ളിലുള്ളത്. പുരുഷനെന്നാൽ അവൾക്കിപ്പോൾ ഭയമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകണം. അവൻ്റെ മുമ്പിൽ കൈകൂപ്പി അത് പറയുമ്പോൾ അവളുടെ ശബ്ദം നോവാൽ നേർത്തു പോയിരുന്നു. എന്നെ ഇനിയും ഉപദ്രവിക്കരുത് പ്ലീസ്. അവളുടെ ചുണ്ടുകൾ വിതുമ്പി വിറച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓ, നമ്മളൊന്ന് മിണ്ടിയാൻ ഇങ്ങനെ. നിനക്ക് വേണ്ടവർക്ക് കൊടുക്കാൻ ഒരു മടിയും ഇല്ലല്ലോ നിനക്ക്? ഷൈജൽ ദേഷ്യത്തോടെ ചോദിച്ചതും റസിയ അവനെ തറപ്പിച്ചു നോക്കി. എന്താ ഇവിടെ? അതും പറഞ്ഞാണ് ഹാജറ അങ്ങോട്ട് കയറി വരുന്നത്. അവരെ കണ്ടതും റസിയ വേഗം മിഴികൾ അമർത്തി തുടിച്ചു. തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് തേയിലപ്പൊടി തൂവിയവൾ. ഒന്നുമില്ല ഉമ്മ, ഞാനേ റസിയോട് ഒരു ചായ ഇട്ട് തരാൻ പറയുമായിരുന്നു. അല്ലേ റസിയ? അവൻ ചിരിയോടെ ചോദിച്ചു. അത് നീ ചോദിച്ചിട്ട് വേണോ? അല്ലാതെ തന്നെ അവൾ ഇട്ടു തരും. ഇവിടെ സുഖിച്ചു കൈയല്ലേ, ഇടക്കൊന്ന് ദേഹമൊന്നും അനങ്ങിയില്ലെങ്കിലേ വേരുറച്ചു പോവും. ഹാജർ അവളെ പുച്ഛത്തോടെ നോക്കി. അവനുള്ള ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് നടക്കുമ്പോൾ കണ്ണുനീർ പാടുകെട്ടി അവളുടെ കാഴ്ചയെ മറച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഷിബിലി നേരെ വന്നത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന ഡോക്ടർ പറഞ്ഞത്. അവനെ കണ്ടതും അലിക്ക പറഞ്ഞു. ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ ഉമ്മ? അവൻ സ്നേഹം നിറച്ചൊരു പുഞ്ചിരിയോടെ അലിക്കയുടെ ഭാര്യയോട് തിരക്കി. കുറവുണ്ട് മോനെ, ഇനിയൊന്ന് വീട്ടിലെത്തിയാൽ മതി. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന മടുപ്പ് അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു. അതിനെന്താ, നാളെ വീട്ടിലേക്ക് പോകാലോ ഉമ്മ. കാറുമായി ഞാനിങ്ങ് വരാട്ടോ നാളെ. ഷിബിലി ചിരിച്ചു. ആ ഉമ്മയുടെ മുഖത്ത് ചിരി വന്നു. അവരെ തന്നെ നോക്കി ഒരരികിൽ നിൽക്കുന്ന നഷ്വയുടെ ഹൃദയത്തിലേക്ക് മഞ്ഞു വീണു. ഷിബിലി അലിക്കയോട് മറ്റെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്തൊരു വിനയാണ്! ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല പെരുമാറ്റമുള്ള ചെറുപ്പക്കാരെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടുമോ? അവൻ പോകുന്നതും അലിക്കയുടെ ഭാര്യ പറഞ്ഞു. അവനെ തന്നെ നോക്കി നിൽക്കുന്ന നിഷ്വയുടെ മിഴികൾ തിളങ്ങി. പ്രണയത്തിൻ്റെ തിളക്കം. തൊട്ടടുത്തിരുന്ന ഇത്താത്ത കണ്ടുപിടിച്ച് തന്നെ കളിയാക്കുമോ എന്നൊരു തോന്നലിൽ അവൾ അവരിൽ നിന്ന് മുഖം മറച്ചു വെച്ചു. ഞാനെന്നാൽ ഷോപ്പിലേക്ക് പോകട്ടെ കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. നാളെ ഡിസ്ചാർജ് ആകുമ്പോൾ ഞാൻ വരാം.
ഷിബിലി അരിക്കയുടെ കയ്യിലേക്ക് കുറച്ച് രൂപ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ, ഇതിനെല്ലാം പകരം ഞാൻ എന്ത് തരും? മുഴുവൻ പറയാൻ സമ്മതിക്കാതെ അവൻ ആ വൃദ്ധൻ്റെ വായക്ക് മുകളിൽ വിരൽ തടഞ്ഞു വെച്ചു. വേണ്ട, എന്നെ അന്യനായിട്ടൊന്നും കാണരുത്. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി എനിക്ക്. അത്രയും പറഞ്ഞവൻ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അവനെ നോക്കി നിൽക്കുമ്പോൾ അലിക്കയുടെ മിഴികളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. ഇക്കാക്ക, ഞാനും വന്നോട്ടെ? പിറകിൽ നിന്നാരെ വിളിച്ചതും ഷിബിലി തിരിഞ്ഞു നോക്കി. ഷിബിലി നശ്വയെ നോക്കി. അവൾ തന്നെയാണെന്ന് വിളിച്ചത് ഒന്ന് സംശയത്തോടെ നെറ്റി ചുളിച്ചു നിന്നുപോയി. അവനെ വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന തോന്നലിൽ നശ്വയുടെ മുഖത്തെ പ്രകാശവും മങ്ങി. ഞാൻ വീട്ടിലേക്കാ. ഇക്കാക്ക പോകുന്ന വഴി എന്നെ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കി തരുമെന്ന് ചോദിച്ചതാ. സോറി, തിരക്കുണ്ടെങ്കിൽ വേണ്ടട്ടോ. ഇവിടെ ഇറങ്ങി നിന്ന ഓട്ടോ കിട്ടും, ഞാൻ പോയിക്കോളാം. ഒരുപാട് സംസാരിക്കുന്നവളെ അതിശയത്തോടെ നോക്കിയവൻ. ബുദ്ധിമുട്ടാണെങ്കിൽ ഇക്കാക്ക പോയിക്കോ. അവനൊന്നും പറയാതെ നിന്നതും അവൾ വല്ലായ്മയോടെ വീണ്ടും പറഞ്ഞു, വാ, ഞാൻ കൊണ്ടുവിടാം. അത് പറഞ്ഞവൻ മുമ്പിൽ നടന്നതും നശ്വയുടെ മനമൊന്ന് തുള്ളിച്ചാടിയിരുന്നു. ഓടിയും വേഗത്തിൽ നടന്നും തന്നെ എന്ത് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നു നീങ്ങുവൻ്റെ ഒപ്പമെത്തി അവൾ. എന്തൊരു സ്പീഡാണ് ഇക്കാക്ക, ഒന്ന് പതുക്കെ നടന്നൂടെ? കിതപ്പോടെ ചോദിച്ചവൾ. ഒന്നും ഉള്ളിൽ വെക്കാതെ വെട്ടിത്തുറന്ന് ചോദിക്കുന്നവളെ കണ്ടതും അവൻ്റെ ചുടികളിൽ ഒരു പുഞ്ചിരി മിന്നി. അവൻ നടത്തത്തിൻ്റെ വേഗതയും കുറച്ചു. ഒരു മടിയും കൂടാതെ അവൻ്റെ ബൈക്കിന് പിറകിൽ കയറിയിരുന്നവൾ. ഷിബിലി അവളെയൊന്ന് മുഖം ചിരിച്ചു നോക്കിയതും അവളൊന്ന് ചിരിച്ചു കാട്ടി. അലിക്കക്ക് ആകെയുള്ള പ്രതീക്ഷ ഈ പെൺകുട്ടിയിലാണല്ലോ എന്നോർത്തതും അവളോട് ഒരു കുഞ്ഞനുജത്തിയോടെന്ന പോലെ സ്നേഹം തോന്നിപ്പോയി. യാത്രയിൽ രണ്ടുപേരും മൗനം തന്നെയായിരുന്നു. എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക് ഇക്കാക്ക. ഇവിടെ നിന്നാലേ വീട്ടിലേക്കുള്ള ബസ് കിട്ടും. ബസ് സ്റ്റോപ്പിനടുത്തെത്തിയതും മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ വന്നതും അവൻ താൻ പറഞ്ഞത് കേട്ടില്ലേ എന്നൊരു തോന്നലിൽ അവൻ്റെ ഷർട്ടിന് പിറകിൽ പിടിച്ച് കുലുക്കിയവൾ. അടങ്ങിയിരിക്കും പെണ്ണേ, പിടച്ചാൽ നീ താഴെ കിടക്കും. ഞാൻ നിൻ്റെ വീടിനടുത്ത് കൂടെ തന്നെയാണ് പോകുന്നത്. നിന്നെ അവിടെ ഇറക്കിയാൽ പോരെ? അവനത് ചോദിച്ചതും 100 വട്ടം സമ്മതമെന്ന പോലെ അവൾ തല അനക്കി അടങ്ങിയിരുന്നു. സത്യത്തിൽ അവനോടൊന്ന് അടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്താത്ത ഈ ബുദ്ധി ഉപദേശിച്ചത്. ആ ഹൃദയത്തിൽ ഒരിടം തനിക്കായി വേണം. അതിനു വേണ്ടിയാണിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടത്. മോന് സുഖമാണോ ഇക്കാക്ക? അവനോട് ഇനി എന്ത് ചോദിക്കുമെന്നോർത്ത് അവൾ തൻ്റെ വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു. അവനൊരു കുഞ്ഞുണ്ടെന്ന് അറിയാമെന്നല്ലാതെ അത് മോനാണോ മോളാണോ എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ആ, എൻ്റെ മോളൂട്ടി സുഖമായിരിക്കുന്നു. അവൻ അങ്ങനെ പറഞ്ഞതും അവളൊന്ന് ചമ്മിപ്പോയി. മോള് വീട്ടിൽ തനിച്ച് നിൽക്കോ? ഇക്കയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അവൾ അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. അതിനൊക്കെ അറുത്തുമുറിച്ച് ചെറിയൊരു മറുപടിയും അവൻ കൊടുത്തു. ഈ കുറഞ്ഞ സമയം കൊണ്ട് അവനുമായൊരു സൗഹൃദമുണ്ടാക്കിയെടുക്കുന്നതിൽ അവൾ വിജയിച്ചു. വീടെത്തിയതും നശ്വ ഇറങ്ങി. കയറിയാൽ ഞാനൊരു ചായ ഇട്ടു തരാം. സാമാന്യ മര്യാദ എന്ന പോലെ അവൾ അവനെ ആ പൊളിഞ്ഞു വീഴാറായ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവനത് സ്നേഹത്തോടെ നിരസിച്ചു. ഇക്കാക്ക, ഞാനൊരു സംശയം ചോദിക്കട്ടെ? അവനെങ്ങെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാനൊരുങ്ങിയതും അവൾ വിളിച്ചു. എന്താ, ചോദിക്ക്. ഷിബിലി അവളെയൊന്ന് സൂക്ഷിച്ചു നോക്കിയതും അവളുടെ മുഖത്തെ പതർച്ച തെളിഞ്ഞു. അത് പിന്നെ ഇക്കാക്ക എന്താണ് മറ്റൊരു വിവാഹം കഴിക്കാത്തത്? അവളുടെ ചോദ്യം കേട്ടതും അവൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു. ഇഷ്ടമായില്ലെങ്കിൽ സോറി കേട്ടോ. ആ ചോദ്യം ഞാനിങ്ങ് തിരിച്ചെടുത്തു. അവൾ പെട്ടെന്ന് കയറി പറഞ്ഞു. ഞാൻ മോളെക്കുറിച്ച് ഓർത്തപ്പോഴേ ഒരു ഉമ്മയുടെ സ്നേഹമില്ലാതെ വളരുന്നത് എത്ര വിഷമമാണ്. അതോർത്തപ്പോൾ ഒരു വിവാഹം കഴിച്ചൂടെ എന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമില്ലേ? വേണ്ട. അവളത് പറഞ്ഞതും അവൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി ദൃശ്യമായി. അതിന് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു നിന്നോട്? അവനെങ്ങനെ ചോദിച്ചതും അവളുടെ മങ്ങിയ മുഖത്തൊരു തെളിച്ചമുക്കി വന്നു. അപ്പോൾ വിവാഹം കഴിക്കുമെന്നാണോ? ഇക്കയുടെ മനസ്സിൽ ആരെങ്കിലും നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ? അവനെന്നയഞ്ഞതും അവൾക്ക് കൂടുതൽ അറിയാനുള്ള ത്വരയും കൂടി. അവളുടെ ആ നിൽപ്പും ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ട് അവൻ കണ്ണുരുട്ടിയതും നശ്വ വിളറി ചിരിച്ചു. സോറി, കുറച്ച് കൂടിപ്പോയല്ലേ? അവൾ ചോദിച്ചതും അവനെന്ന് തല കുടഞ്ഞുപോയി. ഇക്കാൻ്റെ മനസ്സിൽ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഷോപ്പിൽ എത്തും വരെ നശ്വ ചോദിച്ച ചോദ്യം അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെയും അവൻ്റെ മനസ്സിൽ വിടർന്ന മിഴികളുള്ള ഒരു പാവം പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. തൻ്റെ മോളെ പൊന്നുപോലെ ചേർത്ത് നിർത്തി സ്നേഹിക്കുന്നവളെ. ആ മനസ്സിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്നറിയില്ല. ആഗ്രഹിക്കാനുള്ള അർഹതയുണ്ടോ എന്നും അറിയില്ല. ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മനസ്സിൽ നിറയുന്നത് ആ പെണ്ണുരുത്തിയുടെ മുഖമാണ്. പ്രിയപ്പെട്ടവളെ,
നിന്നെ സ്വന്തമാക്കാൻ ഇനിയും ഒരുപാട് കടമ്പകൾ താണ്ടേണ്ടി വരുമെന്നറിയാം. എങ്കിലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ദച്ചുവിനെ പോലെ നിന്നെയും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ ഹൃദയം അവളോടെന്ന പോലെ മുഴിഞ്ഞുകൊണ്ടിരുന്നു. ഷോപ്പിൽ എത്തിയതും തിരക്കായിപ്പോയി. ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോകാനും കഴിഞ്ഞില്ല. വൈകുന്നേരം 4 മണിയാവാറപ്പോഴാണ് ഫ്രീ ആയത്. മോളൂട്ടി ഒന്ന് വിളിച്ചില്ലല്ലോ എന്നോർത്തതും വേഗം ഫോൺ എടുത്ത് സാബിറ്റയുടെ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തു. ഈ സമയം ബെഡിലിരുന്ന് സാബിറയുടെ ഫോണിൽ കാർട്ടൂൺ കാണുകയായിരുന്നു മോളൂട്ടി. അബ്ബയെ കണ്ടതും അവൾ പിണക്കത്തോടെ കവളും വീർപ്പിച്ചു. അബ്ബയുടെ കുഞ്ഞിപ്പെണ്ണ് എന്താ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? അബ്ബനോട് പിണങ്ങിയതാണോ? ഞാൻ പിണങ്ങി. അബ്ബ ഇന്ന് പോയപ്പോൾ ഇന്നോട് മിണ്ടിയില്ലല്ലോ, പിന്നെ വിളിച്ചതുമില്ല. അബ്ബാക്കിപ്പോൾ ഇന്ന് വേണ്ടാതായി. അവളുടെ കുഞ്ഞിച്ചുണ്ട് പിളർത്തിയുള്ള പരിഭവം പറച്ചിൽ കേട്ട് അവനങ്ങ് ചിരി വന്നെങ്കിലും ചിരിച്ചാൽ ആ പെണ്ണിൻ്റെ പിണക്കത്തിന് മൂർച്ച കൂടുമല്ലോ എന്നോർത്തതും അവൻ മുഖത്ത് സങ്കടം വരുത്തി. അബ്ബയുടെ കുഞ്ഞിപ്പെണ്ണ് പിണങ്ങിയാൽ അബ്ബ കരയിട്ടോ? എനിക്ക് വേറെ ആരാണുള്ളത് എൻ്റെ കുഞ്ഞിപ്പെണ്ണില്ലാതെ? എൻ്റെ കണ്ണിൽ നോക്കിക്കേ, ഞാൻ ഇപ്പം കരയും. അബ്ബ ഇപ്പം കരയും. മോളൂട്ടി വേഗം മിണ്ടിയില്ലെങ്കിൽ ഉറപ്പായും അബ്ബ കരയും. അബ്ബാക്ക് അത്രയും സങ്കടം വരുന്നുണ്ട്. അവൻ കരയാൻ പോകുന്നത് പോലെ പറഞ്ഞതും ഇല്ല, മോളൂട്ടി പിണങ്ങുന്നില്ല. അബ്ബ കരയൊന്നും വേണ്ടട്ടോ. ഇനി എന്നെ വിളിച്ചില്ലെങ്കിലേ ഞാൻ മിണ്ടൂല. അബ്ബ കരയുന്നു എന്ന് കേട്ടതും ആ കുഞ്ഞു മനസ്സിൽ അലിവ് കിനിഞ്ഞു. നിന്റെ റസിയമേമ എവിടെ പോയി? അവരിപ്പോഴും മോളും കഥ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ഷിബിലി റസിയെ തിരക്കി. അവൾ എവിടെ എന്ത് ചെയ്യുവാണെന്ന് അറിയാനുള്ള മോഹം ഉള്ളിൽ തുടയ്ക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെയാണ് റസിയ മോളൂട്ടിയുടെ അടുത്തേക്ക് വന്നത്. ഷ്, മിണ്ടല്ലേ, മേമിയെ ഞാൻ കാണിച്ചു തരാം. റസിയ വരുന്നത് കണ്ടതും ചുണ്ടിന് മുകളിൽ വിരൽ വെച്ച് മോളൂട്ടി പതുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങ് വന്നേ മോളൂട്ടി, ഞാൻ ആ മുടിയൊന്ന് ചീകി തരാം. ഒരു ചീർപ്പ് കയ്യിലെടുത്ത് റസിയ മോളൂട്ടിയുടെ അരികിൽ വന്നിരുന്നു. മോളൂട്ടി റസിയെ കാണാൻ പാകത്തിലാണ് ഫോൺ പിടിച്ചിരുന്നത്. മോളൂട്ടിയോട് ഓരോന്ന് മിണ്ടി പറഞ്ഞ് അവളുടെ മുടി ചീകി ഒരുക്കുന്നവളെ കൗതുകത്തോടെ നോക്കിയിരുന്നു ഷിബിലി. റസിയ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു അതിശയം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. മേമി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ മേമിനോട്? മേമിക്ക് എൻ്റെ അബ്ബാനെ ഇഷ്ടമാണോ? കുഞ്ഞിവായിൽ നിന്ന് വീണ ചോദ്യം കേട്ടതും അവനൊന്ന് അമ്പരന്നുവെങ്കിലും റസിയ സ്റ്റെക്കായി പോയതുപോലെ അവൻ ശ്രദ്ധിച്ചു. മോളൂട്ടിയുടെ മുഖത്തൊരു കള്ളച്ചിരി മറഞ്ഞിരുന്നു. പരമേമി. മോളൂട്ടി വീണ്ടും വാശി പിടിച്ചതും അവൾ തന്നെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്താവുമെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയോടെ അവനും ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇതപ്പോൾ നല്ല കഥയായത് മോളൂട്ടി. നിന്റെ അബ്ബാനോട് ആർക്കെങ്കിലും ദേഷ്യം തോന്നും മോളൂട്ടി. നിന്റെ അബ്ബ എന്ത് നല്ല മനുഷ്യനാണ്. നല്ല തുമ്പപ്പൂ പോലുള്ള വെളുത്ത മനസ്സല്ലേ നിന്റെ അബ്ബയ്ക്കുള്ളത്. അതിൽ നിറച്ച സ്നേഹവും. ഒരാളെ സഹായിക്കുന്നത് നിസ്സാര കാര്യമാണോ? അതും എല്ലാവരും കുത്തിപ്പറഞ്ഞ് കൈവടിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് പോലും നിശ്ചയമില്ലാതെ നിൽക്കുന്ന പെണ്ണിന് അഭയം നൽകിയവൻ അവളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ മാലാഖയോട് സമമായിരിക്കും. അതുമാത്രമല്ലല്ലോ, അവളുടെ കുഞ്ഞുവാവയെ ഇല്ലാതാക്കാൻ വന്ന കാട്ടാളന്മാരെ കയ്യിൽ നിന്നും അവളെ രക്ഷിച്ചില്ലേ? അത് പറയുമ്പോൾ റസിയുടെ ശബ്ദം ചെറുതായെന്ന് നനഞ്ഞിരുന്നു. ഒരു 5 വയസ്സുകാരിയുടെ നിഷ്കളങ്കതയോടെ പറയുന്നവളുടെ ശബ്ദം വന്ന് ഇടറിയതും ചങ്ക് പിടിച്ചൊരുവൻ അവളെ നോക്കിയിരുന്നു. നിനക്കിനിയും എന്നും ഞാനുണ്ട് മോളെ എന്ന് പറയാനായി വെമ്പുന്ന നാവിനെ അടക്കി നിർത്തിയവൻ ഹൃദയത്തിൽ നിന്നും ആരംഭിച്ച പ്രണയം തൻ്റെ സിരകളിലൂടെ പടർന്നു മിഴികൾ തിളങ്ങുന്നത് അവൻ അറിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ഈ കുറുമ്പിക്കുട്ടി ഭാഗ്യവതിയാട്ടോ. ഇത്രയും നല്ലൊരു അബ്ബയുടെ മോളായി പിറക്കാൻ കഴിഞ്ഞല്ലോ. റസിയ മനോഹരമായ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇനിയും ശൈശവം വിട്ടു മാറാത്ത ഒരു പനിനീർപ്പൂ പോലെയുള്ള അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ഷിബിലി. അപ്പോൾ എൻ്റെ അബ്ബയെ മേമിക്ക് ഇഷ്ടാനല്ലേ? കുഞ്ഞിപ്പെണ്ണ് കുസൃതിയോടെ വീണ്ടും ചോദിച്ചു. അല്ലെങ്കിലും പ്രായത്തേക്കാൾ കവിഞ്ഞ പക്വതയും കുസൃതിയുമാണ് ആ കാന്താരിക്ക്. കേട്ടില്ല അബ്ബ, മേമിക്ക് അബ്ബയെ ഇഷ്ടാണെന്ന്. മോളൂട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും ഷിബിലി ഇവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ട് എന്നൊരു തോന്നലിൽ റസിയ പരിഭ്രമത്തോടെ ചുറ്റിലും നോക്കി. അവളുടെ ആ വിടർന്ന മിഴികൾ വെപ്രാളത്തോലെ തന്നെ തിരിയുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ അറിയാതൊരു കുസൃതിച്ചിരി വിരിഞ്ഞു. അവിടെയല്ല മേമി, ഇതേ ഇവിടെ. മോളൂട്ടി ഫോൺ റസിയുടെ മുഖത്തിന് നേരെ പിടിച്ചു കാണിച്ചതും റസിയുടെ മിഴികൾ ഞെട്ടലോടെ പുറത്തേക്ക് തള്ളി. അവൾ തന്നെ കണ്ടുവന്ന് മനസ്സിലാക്കിയതും ചുണ്ടിലെ ചിരി മറക്കാൻ മീശത്തുമ്പെന്ന് കടിച്ചു പിടിച്ചു അവൻ. കണ്ണുകൾ കൊരുത്ത നിമിഷം ഇരുവരുടെയും ഹൃദയം പിടിക്കാൻ മറന്നുപോയിരുന്നു. അവളുടെ ഉള്ളിൽ അമ്പരപ്പ് നിറഞ്ഞെങ്കിലും അവനിൽ നിറഞ്ഞത് എത്രയും പ്രണയമായിരുന്നു. പെട്ടെന്ന് തന്നെ നെട്ടലിൽ നിന്ന് പുറത്തു വന്നവൾ ആ ഫോണിന് മുന്നിൽ നിന്ന് പരിഭ്രമിച്ചുകൊണ്ട് മാറി നിന്നു. താൻ അവനെക്കുറിച്ച് പറഞ്ഞതൊക്കെയും കേട്ട് കാണില്ലേ എന്ന് ഓർത്തതും അവൾക്ക് വല്ലാത്തൊരു ജാള്യത തോന്നി. നിന്റെ മേമ എവിടെ പോയി മോളൂട്ടി?
അവൻ തിരിക്കുന്നത് കേട്ടപ്പോൾ ചമ്മലോടെ റസിയ മാറി നിന്നു. മേമി ഇവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അബ്ബായെ കണ്ടപ്പോൾ പേടിച്ചു പോയെന്ന് തോന്നുന്നു അബ്ബ. മോളിട്ട് നാണിച്ച് കൊഞ്ചി പറയുന്നത് കേട്ടപ്പോൾ റസിയ അവളെ നോക്കി കണ്ണുരുട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി. ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയില്ലേ? റസിയ പിറുപിറുത്തു. പേടിക്കാനോ? അതിന് നിന്റെ അബ്ബ അത്ര ഭീകരനാണെന്നും അല്ല എന്ന് പറഞ്ഞേക്ക് മേമിനോട്. ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുവരെ ആരെയും പിടിച്ച് തിന്നിട്ടൊന്നുമില്ല. അവൾക്ക് കേൾക്കാൻ പാകത്തിൽ അവൻ്റെ ശബ്ദം അല്പം കടുത്തിരുന്നു. അവനെന്ന് കേട്ടു നിൽക്കുമ്പോൾ റസിയക്കങ്ങ് വല്ലാതെയായി. വീണ്ടും അവരെന്തൊക്കെയോ പറഞ്ഞെങ്കിലും റസിയ അവിടെ തന്നെ അനക്കമറ്റതുപോലെ നിന്നു. എന്നാൽ ഞാൻ വെക്കുവാണേ മോളൂട്ടി, ഇവിടെ തിരക്കാണ്. ഫുഡ് കഴിക്കണേ. വാശി പിടിച്ച് അവരെയൊന്നും വിഷമിപ്പിക്കല്ലോ. അവൻ ഫോൺ വെച്ചപ്പോഴാണ് റസിയയ്ക്ക് ശ്വാസം വന്ന് നേരെ വീണത്. നിന്നെ ഞാൻ കാണിച്ചു തരാടി കാന്താരി. റസിയ അടുത്തേക്ക് വന്നത് മോളൂട്ടി ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് ഊർന്നിറങ്ങി പുറത്തേക്ക് ഓടിയിരുന്നു. ഫോൺ വെച്ചിട്ടും അവൻ്റെ മനസ്സിൽ ഒരു ലഹരിയായി ആ പെണ്ണ് നിറഞ്ഞു നിന്നു. റസിയ, അവൾ എൻ്റെ പെണ്ണ്. പ്രണയമാണ് പെണ്ണെ നിന്നോട്. നിലക്കാത്ത പ്രണയം. അവൻ്റെ ഹൃദയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഭർത്താവും മക്കളും ഒന്നും വീട്ടിലില്ലാത്ത സമയം നബീസുമ്മ ഷിബിലിയുടെ വീട്ടിലേക്ക് പാഞ്ഞും പതുങ്ങിയും ഇറങ്ങി. കയ്യിലൊരു കിറ്റ് നിറച്ച് മാമ്പയുമുണ്ട്. റസിയയ്ക്ക് വേണ്ടി അങ്ങേതിലെ കാതറിനെ മാവിൽ കയറ്റി പൊട്ടിച്ചെടുത്ത പച്ചമാങ്ങയാണ്. ഓ, ആരിത് നബീസോ? മരുമോളെ കാണാൻ വേണ്ടിയാണോ ഇങ്ങനെ കള്ളന്മാരെ പോലെ പാത്തും പതിങ്ങും വരുന്നത്? അവരെ കണ്ടതും ഹാജറ പരിഹസിച്ചു. നബീസുമ്മയുടെ മുഖം കുനിഞ്ഞു പോയി. അവരുടെ ഹൃദയം വേദന കൊണ്ട് വിങ്ങി. ഇങ്ങനെയൊന്നുമല്ല തൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഗർഭിണിയായ തൻ്റെ മരുമകളെ കാണാൻ ഒളിച്ച് വരേണ്ട അവസ്ഥ പോയതാണ്. കയ്യിൽ കിട്ടിയ മാണിക്യത്തെ തട്ടിത്തെറിപ്പിച്ച് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ തൻ്റെ മകനോട് അവർക്കിപ്പോൾ വെറുപ്പാണ്, കൊടും വെറുപ്പ്. അവരെ ഉമ്മറപ്പടയിൽ തന്നെ നിൽക്കുന്നത് കണ്ട് സാബിറ അങ്ങോട്ട് വന്നു. എളാമ വരൂ, റസിയ അകത്തുണ്ട്. സാബിറ വിളിച്ചതും നബീസുമ്മ അവളോടൊപ്പം അകത്തേക്ക് കയറി. മോളെ. റസിയെ കണ്ടതും പരിസരം മറന്നവർ അവളെ കെട്ടിപ്പിടിച്ചു. ഉമ്മാൻ്റെ പൊന്നുമോളെ, ഈ ഉമ്മാനോട് പൊറുക്കണം കേട്ടോ. അവൻ നിന്നെ വഞ്ചിക്കുകയായിരുന്നു, ഞാൻ അറിയാതെ പോയി. നബീസുമ്മ അവളുടെ മുഖത്താകെ ചുംബനം കൊണ്ട് മൂടി. അവരുടെ കണ്ണിൽ നിന്ന് ഉറ്റുവീഴുന്ന കണ്ണുനീർ തുള്ളികൾ റസിയുടെ മുഖത്തെ നനച്ചു. ഇനി അവൻ എന്തു പറഞ്ഞാലും വിളിച്ചാലും എൻ്റെ മോള് അങ്ങോട്ട് വരണ്ടട്ടോ. ദുഷ്ടനാണ് അവൻ. കണ്ണിൽ ചോരയില്ലാത്ത ചെകുത്താൻ്റെ ജന്മം. നിന്നെപ്പോലൊരു മുത്തിനെ ഭാര്യയാക്കാൻ അവനൊരു യോഗ്യതയുമില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അവൻ തന്നെ. നിന്റെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ ഓരോ തുള്ളിക്കും അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു പെറ്റുമ്മയുടെ ശാപവാക്കായിരുന്നു. കൊള്ളാം. മരുമോളോട് ഇനി അങ്ങോട്ട് വരരുത് എന്ന് പറയാനാണോ പച്ചമാങ്ങയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നല്ല അമ്മായിമ്മ. നൈസായിട്ട് ഈ മാരണ്ടത്തെ മകൻ്റെ തലയിൽ നിന്ന് ഊരിക്കളയുന്ന നിങ്ങളെ ബുദ്ധി കൊള്ളാം. സിന്നൂറ കൈകൊട്ടി ചിരിക്കുന്നത് കേട്ടാണ് റസിയയും നബീസുമ്മയും അങ്ങോട്ട് നോക്കുന്നത്. സിന്നൂറയെ അവിടെ കണ്ട് റസിയ പകപ്പോടെ നോക്കി. ഇവളൊരു അധികപ്പറ്റി തന്നെയാണ് ഉമ്മച്ചി. ഇവൾ കാലെടുത്ത് വെച്ചപ്പോഴേ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. എൻ്റെയും ഷിബിക്കയുടെയും വിവാഹം കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഇവിടെ വെച്ച് ഇവളെ പൊറുപ്പിക്കില്ല. അറപ്പോടെ സിന്നുവിൻ്റെ വായിൽ നിന്ന് തെറിച്ചു വീഴുന്ന വാക്കുകൾ റസിയുടെ ഹൃദയഭത്തിൽ നോവ് തീർത്തു. സിന്നൂറ. സാബിറ അവളെ ശാസനയോടെ വിളിച്ചു. ഓ, ഞാനൊന്നും പറയുന്നില്ല. കാണാൻ പോകുന്ന പോലും ആദ്യമേ പറഞ്ഞറിയിച്ച ആ ത്രില്ല് കളയുന്നില്ല. എല്ലാവരും കാത്തിരുന്ന് കണ്ടോളൂ. റസിയ ഈ പടി ഇറങ്ങിപ്പോകുന്നത്. സിന്നൂരയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു. മോളെ, ഇവിടെയും എൻ്റെ മോൾക്ക്. നബീസുമ്മയുടെ സ്വരത്തിൽ സഹതാപം കലർന്നു. സാരമില്ലമ്മ, അവർ പറയട്ടെ. എനിക്ക് അള്ളാഹു ഉണ്ടല്ലോ. അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ടായി. പള്ളിയിലെ ഖത്തീബിനെ കാണാൻ വന്നതാണ് നിസാമും ഹംസയും റസിയുടെ തൊലാഖിനെ പറ്റി സംസാരിക്കാൻ. ഉസ്താദേ, എനിക്കിനി അവളെ വേണ്ട. കണ്ടവന്മാരുടെ കുഞ്ഞിനെ വയറ്റിലേറ്റിയ പെണ്ണിനെ ഭാര്യയായി കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവൾക്ക് ഇഷ്ടമുള്ളതിന് കൂടെ അവൾ പുറത്തോട്ടെ. എൻ്റെ തലയിൽ നിന്നും ആ ശല്യത്തെ ഒഴിവാക്കി തരണം, നിസാം ദയനീയമായി പറഞ്ഞു. ഉസ്താദ് അവനെ മനസ്സിലാകാതെ നോക്കി. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ എത്രയായി? ഉസ്താദ് തിരിക്കി. 3 മാസം. ഹംസയാണ് മറുപടി പറഞ്ഞത്. വിവാഹത്തിന് മുമ്പ് അവൾ ഗർഭിണിയായിരുന്നു. ഉസ്താദിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അല്ല, വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ അവളെ ദേഹത്തെ തൊട്ടിട്ടില്ലേ? നീ ആ പെണ്ണിൻ്റെ ദേഹത്തെ അറിഞ്ഞിട്ടില്ലേ? ഉസ്താദിൻ്റെ ചോദ്യത്തിൽ നിസാം ഒന്ന് പതറി. എന്തൊക്കെ പറഞ്ഞാലും കള്ളം കണ്ടുപിടിക്കാനുള്ള ചെറിയ സിദ്ധിയൊക്കെ ഉസ്താദുമാർക്കുണ്ടെന്ന് അവനും അറിയാം. നേരിനും നിരക്കും നിരക്കാത്തൊരു കാര്യത്തിനും ഉസ്താദ് കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് തന്നെ താൻ പറയാൻ പോകുന്ന കള്ളം അയാൾ
കൈയോടെ പിളിച്ചു കളയുമോ എന്നൊരു ഭയം നിസാമിൻ്റെ നെഞ്ചിൽ തലപൊക്കി തുടങ്ങി. മോൻ്റെ ഉത്തരം നഷ്ടപ്പെട്ടുള്ള ഇരിപ്പ് ഹംസയും കണ്ടു. ഇതെന്തൊരു ചോദ്യമാണ് മുസ്ലിയാരെ? നിക്കാഹ് കഴിഞ്ഞിട്ടും ഒരു മുറിയിൽ 2 മനസ്സായി കഴിഞ്ഞതുകൊണ്ടല്ലേ അവളുടെ വയറ്റിലുള്ളത് അവൻ്റെ വിത്തല്ലെന്ന് അവനിത്ര ധൈര്യത്തോടെ പറയുന്നത്? ഹംസ പറയുന്നത് കേട്ട് ഉസ്താദ് അയാളെ ഇന്ന് കൂർപ്പിച്ചു നോക്കി. അവരെ കിടപ്പിൻ്റെ സ്ഥാനಕ್ಕೆ ഇത്ര കൃത്യമായി പറയാൻ ഹംസയും അവരെ മണിയറക്കകത്തായിരുന്നോ കിടന്നിരുന്നത്? ഉസ്താദിൻ്റെ ആ പറച്ചിൽ കേട്ട് വിളറി വെളുത്തുപോയ ഹംസയെ കണ്ട് കൂടെ നിന്ന മുക്രിക്ക് ചിരി പൊട്ടി. അറിയാതെ ചിരിച്ചു പോയതും ഉസ്താദിൻ്റെ ഒറ്റ നോട്ടത്തിൽ മുക്രി ആ ചിരി അകത്തേക്ക് തന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാപ്പയോട് ഞങ്ങൾ ഒരുമിച്ച് കിടന്നിട്ടില്ലെന്ന്. അതുകൊണ്ടാണ് ബാപ്പ ഇത്ര ഉറപ്പോടെ പറയുന്നത്. ബാപ്പയെ കൊച്ചാക്കിയതിൻ്റെ ദേഷ്യത്തോടെ നിസാം പറഞ്ഞു. എൻ്റെ ചോദ്യം നിൻ്റെ ബാപ്പയോടല്ല, നിസാമിനോടാണ്. ഉത്തരം തരേണ്ടത് നീയാണ്. ഉസ്താദിന് എന്താണ് അറിയേണ്ടത്? ഞാൻ അവളെ ദേഹത്തെ തൊട്ടിട്ടുണ്ടോ എന്നല്ലേ? ഇല്ല, ഞാനും അവളും തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവളെ വയറ്റിലുള്ളത് എൻ്റെ രക്തം അല്ല 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 നിസാം കലിപ്പോടെ പറഞ്ഞു. ഏതോ ഒരുത്തൻ്റെ എച്ചിലാണെന്നറിയാതെ അവന് നൽകാമെന്ന് പറഞ്ഞ ശ്രീധനത്തിൽ കണ്ണു മഞ്ഞളിച്ച് ഈ വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ അറിഞ്ഞില്ല അവളൊരു അഴിഞ്ഞാട്ടക്കാരിയാണെന്ന്. അവളെയും എൻ്റെ മൂത്താപ്പയുടെ മോൻ ഷിബിലയും ഒരുമിച്ച് അറക്കകത്ത് നിന്ന് പിടിക്കും വരെ ആരും ഒന്നും അറിഞ്ഞില്ല. അവൻ പറയുന്നത് കേട്ട് ഉസ്താദിൻ്റെയും മുക്രിയുടെയും മുഖത്തൊരു ഞെട്ടലുണ്ടായി. ഷിബിലിയോ? അവനെക്കുറിച്ച് ഇത്രയും മോശമായൊരു വാർത്ത വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്കെന്നല്ല, ആ നാട്ടിലെ അവനെ അറിയുന്ന ആർക്കും അതിനെ കഴിയില്ല. മുക്രി, അതിങ്ങടുത്ത്. ഉസ്താദ് മുക്രിയെ നോക്കിയതും അയാൾ ഷെൽഫിന് നേരെ തിരിഞ്ഞു. ഈ മുസഫിൽ തൊട്ട് സത്യം പറയും നിസാമേ, നീയും അവളും ശാരീരികമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന്. ആ കുട്ടി നിൻ്റേതല്ലെന്ന്. ഉസ്താദ് ഖുർആൻ അവൻ്റെ നേരെ നീട്ടിയതും നിസാം നെട്ടലോടെ ബാപ്പിയെ നോക്കി. അയാളും ആകെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. അവരുടെ 2 പേരുടെയും മുഖത്തെ പരിവേഷം ഉസ്താദിൽ പല സംശയങ്ങളും ജനിപ്പിച്ചു. അല്ലെങ്കിൽ ആ നാട്ടിൽ ഹംസയ്ക്കും മോനും അത്ര നല്ല പേരൊന്നും അല്ല. നിസാമിനെന്താ സത്യം ചെയ്യാൻ വയ്യേ? ഉസ്താദിൻ്റെ ഒച്ചുയർന്നതും നിസാമിനൊരു വിറയിലുണ്ടായി. അവൻ്റെ കണ്ണുകളൊന്ന് പിടച്ചു. ഇത് കൊള്ളാലോ ഉസ്താദേ. ആ പെണ്ണിനെതിരെ പരാതിയുമായി വന്ന ഞങ്ങളെ പിടിച്ച് പ്രതിയാക്കാൻ നോക്കുന്നോ? അവൾക്ക് കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തത് ഇവനല്ലെന്ന് അവന് ഉറപ്പുള്ളിടത്തോളം കാലം ഈ സത്യത്തിൻ്റെ ആവശ്യമെന്താണ്? ഹംസ ഇടയിൽ കയറി. സത്യം മൂടിവെക്കാനുള്ള ശ്രമം. ഇനിയും താൻ ഇടപെട്ടില്ലെങ്കിൽ ഇരുട്ടിൽ പൂഴ്ത്തിയ സത്യങ്ങളെല്ലാം വെളിച്ചം കാണുമെന്ന് ആ ഉപ്പ ഭയന്നു. ആ വഞ്ചകിയെ എൻ്റെ മോനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉസ്താദ് ഇടപെട്ട് അവൻ്റെ തലയിൽ നിന്ന് ആ വള്ളിക്കെട്ടൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. അല്ലാതെ. ഹംസ ഇങ്ങ് ചൊടിച്ചു. മതിയാക്കടോ, നിൻ്റെ തുള്ളൽ ഈ പള്ളിക്ക് വെളിയിൽ മതി കേട്ടോ. താൻ എന്തൊരു തന്തയാടോ. മക്കളെ ജീവിതത്തിൽ വിള്ളൽ വീഴുമ്പോൾ അവരെ പറഞ്ഞു തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരേണ്ട മാതാപിതാക്കളാണ്. അന്നേരത്ത് അവരെ പിരിക്കാനാണോ നീ നോക്കുന്നത്? തന്ന ശ്രീധരൻ തീർന്നു പോയപ്പോഴാണോ നീ നിൻ്റെ മോനും കണ്ണു തുറന്ന് പെണ്ണിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചത്? ഉസ്താദിനങ്ങ് ഹാലിളകി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഇനി എൻ്റെ പുരക്കകത്ത് കയറ്റി മരുമകളായി വാഴിക്കില്ല ഞാൻ. ഏതോ ഒരുത്തൻ്റെ കുഞ്ഞിനെ പെറ്റി വളർത്തിയതാണ് എൻ്റെ വീട്ടിലല്ല. എൻ്റെ മോനെ ആ കൊച്ചിൻ്റെ തന്തയാക്കാനും ഞാൻ സമ്മതിക്കൂല. ഉപ്പയുടെയും ഉസ്താദിൻ്റെയും വാക്ക് തർക്കങ്ങളൊക്കെ കേട്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ നിസാം. തൻ്റെ മോനെ ഈ മുസഫിൽ തൊട്ട് സത്യം ചെയ്യാത്തിടത്തോളം കാലം എനിക്കവൻ്റെ വാക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഹംസേ. വാക്കിന് കള്ളമുണ്ടായിട്ടാണ് അവന് സത്യം ചെയ്യാൻ മടിക്കുന്നത്. സത്യത്തിനൊപ്പേ ഈ ഞാൻ നിൽക്കൂ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കെ അവളെ തൊലാക്ക് ചെല്ലിയാൽ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നത് അവൾ പ്രസവിക്കുന്നത് വരെ ആ മാരണം എൻ്റെ മോൻ്റെ തലയിൽ തന്നെയാണെന്നോ? ആ പറഞ്ഞത് ദഹിക്കാതെ ഹംസ ഇരിപ്പിടത്തിൽ നിന്ന് സടകുടിഞ്ഞ് വീണ്ടും എഴുന്നേറ്റു. ഉസ്താദ് അവരെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. മതനിയമപ്രകാരം ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോൾ തൊലാക്ക് ചെയ്യില്ലാൽ ആ തൊലാക്ക് സ്വീകരിക്കപ്പെടില്ല എന്നാണ്. പിന്നെ ഇക്കാര്യത്തിൽ ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി എനിക്കറിയണം. അവളെ കണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. സത്യം എന്താണെന്ന് അറിയണമല്ലോ. ഓ, ഇനിയിപ്പോൾ അവളെ കണ്ടിട്ടും എന്തിനാ? അവളെപ്പോലൊരു പെരുങ്കള്ളി വാ പൊളിച്ച നുണയെ പറയൂ. എന്തായാലും അവളെ എനിക്ക് വേണ്ട, നിസാം തീർത്തു പറഞ്ഞു. ആരാണ് കള്ളം പറയുന്നതെന്ന് നമുക്ക് നോക്കാം നിസാമേ. നീ ഇപ്പോൾ നിൻ്റെ തന്തയെ വിളിച്ചു പോയിക്കോ. എനിക്ക് വേറെ പണിയുണ്ട്. അതും പറഞ്ഞ് ഉസ്താദ് അവിടെ നിന്നും എഴുന്നേറ്റു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.